പെരുമ്പാവൂരിൽ ലഹരി വേട്ട. ആയിരക്കണക്കിന് ആളുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചത്. ഒരു പയ്യനെ വിളിച്ചപ്പോൾ അവൻ നിഷ്കാമ കർമ്മിയെ പോലെ ബാഗും വെച്ചുകൊണ്ട് തുണിയാണെന്ന് പറഞ്ഞു. ബാഗ് പൊളിച്ചു നോക്കിയപ്പോൾ 6-7 പാക്കറ്റ് ഗഞ്ചാവാണ്. കഞ്ചാവ്. കോഴിക്കോട് വേട്ട നടത്തി ഒറ്റ 24 മണിക്കൂർ കൊണ്ട് 100-ലധികം പേരെയാണ് പിടിച്ചത്. ഇതിൻ്റെ ഇവിടെ കേരളത്തിലും തെക്കേ ഇന്ത്യയിലും ഇത് കൊണ്ടു കൊടുക്കുന്ന നൈജീരിയക്കാരനായ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്. അയാൾ ഡൽഹിയിൽ നിന്നാണ് പിടിച്ചത്. എത്ര മനോഹരമായിട്ടാണ് ആഭ്യന്തര വകുപ്പും വിജിലൻസും ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇതിനാണ് കയ്യടി കൊടുക്കേണ്ടത്. അല്ല LDF ആണോ UDF ആണോ BJP ആണോ NDA ആണോ വികസിത കേരളമാണോ പുതുയുഗപ്രവയാണോ അതൊന്നുമല്ല. ഇതാണ് ആക്ഷൻ. വളരെ കൃത്യമായി ഓപ്പറേഷൻ തുഫാനിലൂടെ ആയിരക്കണക്കിന് ആളുകളെ പിടിക്കുന്നു. ടൺ കണക്കിന് ഗഞ്ചാവും ലഹരി പദാർത്ഥങ്ങളെ പിടിച്ചിരിക്കുന്നു. വലിയൊരു ഓപ്പറേഷനാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഓപ്പറേഷനാണ് നടക്കുന്നത്. കോഴിക്കോട് ഞാൻ പറഞ്ഞു, കോഴിക്കോട് കമ്മീഷണറൊക്കെ വന്ന് പത്രത്തിലൊക്കെ വന്ന് പറയുകയാണ് 100 കണക്കിന് ആളുകളെയാണ് കോഴിക്കോട് 125 പേരെയാണ് കോഴിക്കോട് 24 മണിക്കൂർ കൊണ്ട് പിടിച്ചത്. പെരുമ്പാവൂരിൽ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. പോലീസ് നായയും ഒക്കെ വന്ന് വലിയ തോതിലാണ്. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാരിയർമാരായിട്ട് നിൽക്കുന്നത് അന്യദേശത്തു നിന്ന് വരുന്ന മലയാളികളാണ്. അവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരിയർമാരായി ഇപ്പം മാറിയിട്ടുള്ളത്. അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ഒറീസയിൽ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഒഡീസയിൽ നിന്ന് ധാരാളം ആളുകൾ ഇത് ട്രെയിൻ വഴി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ദേശീയ തലത്തിലും ലഹരി വേട്ട നടന്നുകൊണ്ട് മാത്രമേ നമുക്ക് സമ്പൂർണ്ണമായി ഇത് ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. BJP അതിനൊരു ശ്രമം നടത്തണം. ഒരു ഘട്ടത്തിൽ അമിത്ഷാ സമ്പൂർണ്ണ ലഹരി വേട്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല. തീർച്ചയായിട്ടും ഒരു സമ്പൂർണ്ണ ലഹരി വേട്ട ഇന്ത്യയിലും നടക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, ഒഡീഷയിൽ നിന്ന് വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരുപാട് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. അവരൊക്കെ വരുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. നൈജീരിയയിലെ ഒരു ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ഉണ്ടാകുന്ന ഗഞ്ചാവും ചരസും അതുപോലെ ഇതുപോലത്തെ മരുന്നും പൊടിയുമൊക്കെ ഇവിടെ കേരളത്തിൽ ഒരു തട്ടുകടയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഏത് വഴിയാണ് വരുന്നത്? വിമാനം വഴിയാണോ കൊണ്ടുവരുന്നത്? കപ്പൽ വഴിയാണോ കൊണ്ടുവരുന്നത്? ഇത് വരുന്ന റൂട്ട് ഏതാണ്? അതൊരു ഞെട്ടിപ്പിക്കുന്ന റൂട്ടാണ്. നൈജീരിയയിലുള്ള ഉണ്ടാകുന്നൊരു സാധനം, വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സാധനം എങ്ങനെ ഇന്ത്യയിലെത്തുന്നു? ആരാണിത് കൊണ്ടുവരുന്നത്? കൂടുതലും കപ്പൽ വഴിയാണ് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഫ്ലൈറ്റ് വഴി ഇത് എളുപ്പമല്ല. കപ്പൽ വഴി കുറേ കൂടെ എളുപ്പമാണ്. കപ്പൽ വഴിയാണ് ഇത് വരുന്നത് ഇന്ത്യയിൽ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റും പ്രതികളാണ്. അവർ ഇത് പിടിച്ചേ കഴിയൂ. അവർക്കാണിത് പിടിക്കാൻ കഴിയുക. മാത്രമല്ല കേരളത്തിൽ വരുമ്പോൾ ഇത് വളരെ വലിയ തോതിലാണ് വീടുകളിലെത്തുന്നത്, കുട്ടികളിലെത്തുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. മാതാപിതാക്കൾ കൂടി സഹകരിക്കണം. നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം തോന്നുകയാണെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ, അനുഭവത്തിൽ, പ്രവൃത്തിയിൽ, അവരുടെ ഏതെങ്കിലും കൺസെപ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് ഒബ്സർവ് ചെയ്യണം. രഹസ്യമായി പോലീസിനെ അറിയിക്കണം. രഹസ്യമായി അറിയിച്ചാൽ ആ കുട്ടികളെ സുരക്ഷിതരായിരിക്കും. അവരെ പേരൊന്നും ആരും വെളിപ്പെടുത്തത്തില്ല. ഇപ്പോൾ ഗഞ്ചാവുമായിട്ടൊക്കെ പിടിക്കുന്ന കുട്ടികളുടെ പേരാരും വെളിപ്പെടുത്തുന്നില്ല. കൊച്ചു കുട്ടികളാണെങ്കിൽ ആരും പേര് 18 വയസ്സിന് താഴെയാണെങ്കിൽ പേരൊന്നും പത്രത്തിലും ഒന്നും വെളിപ്പെടുത്തത്തില്ല. കാരണം അത് പോക്സോ നിയമപ്രകാരം തെറ്റാണ്. അതുകൊണ്ട് ആരും പറയത്തില്ല. എന്തായാലും ബാലാവകാശ കമ്മീഷനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും പറയത്തില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ കൂടി ഈ ഓപ്പറേഷൻ തൂഫാനിൽ ഒന്ന് സഹകരിച്ചു കൊടുത്താൽ വലിയ മാറ്റം കേരളത്തിലുണ്ടാകും. നമുക്കത് കാത്തിരുന്ന് കാണാം. എന്തായാലും വലിയ മാറ്റത്തിനാണ് ഓപ്പറേഷൻ തൂഫാൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 1500-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7 വർഷം ഏറ്റവും കുറഞ്ഞത് തടവാണ്. പിന്നെ ഇത് പിടിച്ചതിൻ്റെ ആഘാതം ഇതിൻ്റെ അളവനുസരിച്ച് തടവിൻ്റെ എണ്ണം കൂടും, ദിവസങ്ങളുടെ എണ്ണം കൂടും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്. നമുക്ക് അറിയേണ്ട വിഷയമാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാനിൽ വലിയ തോതിലാണ് പുകയില കച്ചവടം പിടിച്ചിരിക്കുന്നത്. ഗഞ്ചാവും ലഹരി പദാർത്ഥങ്ങളുമൊക്കെ വലിയ തോതിൽ പിടിച്ചെടുത്തിരിക്കുന്നു. അതൊരു മിഷൻ പോലെ പ്രവർത്തിക്കുന്നു. കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. ഒരാളെപ്പോലും അഡീഷണലായിട്ട് പോസ്റ്റ് ചെയ്തില്ല, ഒരു സംവിധാനവും അഡീഷണലായിട്ട് ഉണ്ടാക്കിയില്ല. പക്ഷേ ഉള്ള സംവിധാനത്തെ മികച്ചതാക്കാൻ, പ്രൊഫഷണലാക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണം മാത്രം, ഒരു മനുഷ്യൻ്റെ വീക്ഷണം മാത്രമുണ്ടെങ്കിൽ
ഒരു രാജ്യത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓപ്പറേഷൻ തൂഫാൻ.